കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ വൈകിയെന്ന പരാതി ശക്തമായിരിക്കെ തീരദേശത്തെ തണുപ്പിക്കാൻ സർക്കാർ. മുഖ്യമന്ത്രി നീണ്ടകരയിൽ കടലിൽ കാണാതായ ഗൗതം കൃഷ്ണയുടെ വീട്ടിൽ സന്ദർശനം നടത്തി. മന്ത്രി ഷിബു ബേബി ജോണും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. മൂന്ന് പേരെയാണ്, രണ്ടുപേരെ നഷ്ടപ്പെട്ടു, ഒരാളെ കാണാതായി. എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് പോലും അറിയാൻ പറ്റാത്ത സ്ഥിതിയിലാണ് നമ്മൾ ചെയ്തത്. അവരെ കാണാതായ ആൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഒരു കാലത്തും നടത്താത്ത രീതിയിലാണ് ആള് നഷ്ടപ്പെട്ടിട്ടും ഇത്രയും ദിവസമായിട്ടും തിരച്ചിൽ നടത്തുന്നത്. ചില പ്രതികൂലമായ കാലാവസ്ഥയുടെ സമയത്ത് മാത്രമാണ് നടക്കാതിരുന്നത്. അല്ലാതെ എല്ലാ ദിവസങ്ങളിലും ഡോണിയർ വിമാനം ഉപയോഗിച്ചും ഹെലികോപ്റ്റർ ഉപയോഗിച്ചും ഉള്ള പരമാവധി സ്കൂബ ഡൈവിംഗ് സംവിധാനം ഉപയോഗിച്ചും ഒക്കെ നടത്തുകയാണ്. കാരണം വിഴിഞ്ഞത്തും ഒരാൾ, മുതലപ്പുഴയിലും ഇവിടെയും ഒരാൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഈ രണ്ട് സ്ഥലത്തും പരമാവധി എല്ലാ സംവിധാനങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് പരമാവധി നടക്കുകയാണ്. പക്ഷെ ഇതുവരെ ഈ മൂന്നുപേരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. ഇപ്പോൾ തന്നെ അടിയന്തരമായി ചെയ്യേണ്ട താൽക്കാലികമായ സംവിധാനം ഉണ്ടാക്കും, പെർമനന്റ് ആയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കും. അതിനൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റീവ് പ്രൊസീജിയർ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മന്ത്രി ശ്രീ അബ്ദുൽ ഗഫൂർ അതുപോലെ ശ്രീ ഷിബു ബേബി ജോണും ആ കാര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി അവർ തന്നെ എല്ലാവരുമായിട്ട് ആലോചിച്ചു, മത്സ്യത്തൊഴിലാളികളുമായിട്ട് ആലോചിച്ചു കൂടി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തത്. ഇതാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അതേസമയം മുഖ്യമന്ത്രിക്കും മന്ത്രി കെ മുരളീധരനുമെതിരെ ആഭ്യന്തരമന്ത്രിയോട് പരാതി പറയുകയാണ് തിരുവനന്തപുരം പുല്ലുവിളയിൽ നിന്നും കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിന്റെ കുടുംബം. മന്ത്രിമാർ വീട്ടിലെത്തിയപ്പോഴായിരുന്നു കുടുംബം പരാതി പറഞ്ഞത്. ഏറെ പ്രതിഷേധങ്ങൾക്കും വിമർശനങ്ങൾക്കും ശേഷമാണ് കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തെ സന്ദർശിക്കാൻ ആഭ്യന്തരമന്ത്രിക്കൊപ്പം ഫിഷറീസ് മന്ത്രി വി അബ്ദുൾ ഗഫൂർ എത്തിയത്. നമ്മുടെ ആവശ്യം നമ്മുടെ സർക്കാരിനോട് ചോദിക്കും. നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് നമ്മുടെ സർക്കാരിനോട് ചോദിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ ചോദിക്കുന്നതിനെ തെറ്റായിട്ട് ഒരിക്കലും ആരും വ്യാഖ്യാനിക്കരുത്. ഇതിൽ നിന്ന് വരുന്ന ഒരു മോശം പ്രതികരണം എന്ന് വെച്ചാൽ ചിലപ്പോ അത് ഒരു ചെറിയൊരു കാര്യമായിരിക്കും പറയുന്നത്, അത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹം മുഴുവനും ഇങ്ങനെയാണ് എന്നൊരു രീതിയിൽ ചിന്തിച്ചു പോകും. അല്ല, മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങളും അങ്ങനെ ആയിരുന്നു. മുരളീധരൻ എന്ന് പറഞ്ഞ മന്ത്രിയും അദ്ദേഹവും അങ്ങനെ തന്നെയാണ്. 3 ദിവസം കഴിഞ്ഞ് കടലിൽ പോയിട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. മുഖ്യമന്ത്രി ഒരു ഇതിൽ പ്രസ് മീറ്റിൽ പറഞ്ഞിരിക്കുന്നത് അത് കടലിൽ അങ്ങനെയല്ലേ, കടൽ തീരത്ത് പോയാലുള്ള അവസ്ഥ അറിയാമല്ലോ. എന്നോട് ഫോൺ കോളിലും അദ്ദേഹം സൂചിപ്പിച്ചത്, അതെ, ഫോൺ സംസാരിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ കരക്കാർ കടലിലോട്ട് വന്നാലുള്ള അവസ്ഥ അറിയണം. അപ്പൊ ഇതൊക്കെ നമുക്ക് ഹർട്ട് ചെയ്യുന്നു. കാരണം ഞങ്ങളെ റെപ്രസെന്റ് ചെയ്തിട്ട് ഇരിക്കുന്ന വ്യക്തിയാണ്. അപ്പം ചെയറിന്റെ ഒരു പ്രധാനം അദ്ദേഹം മനസ്സിലാക്കേണ്ടതിന്റെ പ്രാധാന്യമുണ്ട്. ഗവൺമെന്റ് ആ കാര്യത്തിൽ നമ്മൾ ശക്തമായി തന്നെ നടപടിയെടുക്കുകയാണ്. ഇപ്പൊ തന്നെ ലൈഫിൽപ്പെടുത്തിയ ഒരാൾക്ക് വീട് കിട്ടി, മത്സ്യത്തൊഴിലാളി. ഇതാണ് ബഡ്ജറ്റിൽ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള പദ്ധതി. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം മെയിൻ്റെനൻസ്, പിന്നെ SOP തയ്യാറാക്കാം. നമ്മൾ ഈ 2 മാസം അല്ലേ ആയോ. അപ്പോൾ ഇതിനിടയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. ഫിഷറീസ് മിനിസ്റ്ററും അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, നമ്മളത് ചെയ്യും. കഴിഞ്ഞതായാലും കഴിഞ്ഞു. നിങ്ങളെ ബുദ്ധിമുട്ടും വേദനയും ഞങ്ങൾ 100% ഉൾക്കൊള്ളുന്നുണ്ട്. നമുക്കുണ്ടായാൽ ആ വേദന എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതുപോലെയാണ് നിങ്ങളെന്തെങ്കിലും പറഞ്ഞാൽ പോലും ഞങ്ങൾക്ക് അതിനകത്ത് വിഷമമില്ല. അത് അധികാരം കൊണ്ട് പറയുന്നതാണ്. പക്ഷേ നാളെ ഇതാർക്കും ഉണ്ടാവാതിരിക്കാൻ എങ്ങനെയെങ്കിലും തെരച്ചിൽ പൂർത്തിയാക്കി ജീവനോട് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. അത് ഞങ്ങൾ ഊർജിതമായി തന്നെ നടത്തും. നാളെ ക്യാബിനറ്റ് ഉണ്ട്, നമ്മൾ ആലോചിച്ചിട്ട് മറ്റു കാര്യങ്ങളിലൂടെ നിങ്ങളുടെ പറയാം. 2 ആഴ്ചക്കുള്ളിൽ അല്ലേ നമ്മൾ ഇതാണ് നേരത്തെ സംസാരിച്ചത്.
ഇതാണ് ജോണിൻ്റെ കുടുംബത്തിൻ്റെ പ്രതികരണം. അതായത് ആഭ്യന്തരമന്ത്രിയോട് മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ മന്ത്രി കെ മുരളീധരൻ്റെ പ്രസ്താവനയ്ക്കെതിരെയുമാണ് പറയുന്നത്. ഒടുവിൽ പ്രതിഷേധം പരിധി കടക്കുന്നു എന്ന തിരിച്ചറിവിലാണ് സർക്കാരിൻ്റെ പുതിയ നീക്കമുണ്ടാകുന്നത്. വി വിനോദുണ്ട്. വിനോദ്, തീരത്തെ അനുനയിപ്പിച്ചേ സർക്കാരിന് മുന്നോട്ട് പോകാനാവൂ എന്ന സാഹചര്യമാണ്. കാരണം പ്രതിഷേധം അതിരൂക്ഷമാണ്. ഇന്നത്തെ ഈ അനുനയ നീക്കം ഫലം കാണുന്നുണ്ടോ വിനോദ്? സൈത്ത്, തുടക്കത്തിൽ വലിയ പാളിച്ച ഉണ്ടായി എന്നുള്ള ആരോപണമാണ്. നീണ്ടകരയിലും അതോടൊപ്പം തന്നെ മുതലപ്പുഴയിലും വിഴിഞ്ഞത്തുമായി 3 മത്സ്യത്തൊഴിലാളികളെ കാണാതാകുന്നു. 11 ദിവസം പിന്നിടുകയാണ്. പക്ഷേ ഈ തുടക്കത്തിലൊരു ഏകോപനമില്ലായ്മ ഉണ്ടാകുന്നു. ഏജൻസികളുടെ ഒരു പ്രവർത്തനം കാര്യക്ഷമമായിരുന്നില്ല. ഇതൊക്കെ തന്നെയാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത്. മാത്രമല്ല, രമേശ് ചെന്നിത്തല ഇന്ന് വിഴിഞ്ഞത്ത് സന്ദർശിച്ചപ്പോൾ, പുല്ലുവിളയിൽ ജോണിൻ്റെ വീട് സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെയും അതോടൊപ്പം തന്നെ കെ മുരളീധരൻ മന്ത്രിയുടെയും ഭാഗത്തു നിന്നുണ്ടായ സമീപനം അത് വേദനിപ്പിക്കുന്നതാണ്. അവർ ഫോണിലൂടെ സംസാരിച്ചപ്പോൾ കിട്ടിയ മറുപടികൾ വേദനിപ്പിക്കുന്നതായിരുന്നു. നിങ്ങൾ തീരത്തുള്ളവരാണ്, കടലുമായി ചേർന്ന് ജീവിക്കുന്നവരാണ്, ഞങ്ങൾ അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഒരു മുഖ്യമന്ത്രി കസേരയ്ക്ക് ചേർന്നതാണോ ഇത്തരം വാക്കുകൾ എന്ന ചോദ്യമാണ് ജോണിൻ്റെ കുടുംബാംഗങ്ങൾ ഉന്നയിച്ചത്. അവരെയൊക്കെ തന്നെ ആശ്വസിപ്പിക്കാൻ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാവുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണ് മുതലപ്പുഴയിലും സന്ദർശനം നടത്തിയത്. അതും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ 85 പേർക്കാണ് മുതലപ്പുഴയിൽ ജീവൻ നഷ്ടപ്പെട്ടത്, മത്സ്യത്തൊഴിലാളികൾക്ക്. അത് ഓരോ ഘട്ടത്തിലും പരിഹരിക്കപ്പെടും. അവിടെ ഈ ബ്രേക്ക് വാട്ടറിൻ്റെ പുലിമുട്ടിൻ്റെ അശാസ്ത്രീയത പരിഹരിക്കപ്പെടും. അതിനുവേണ്ടിയുള്ള പല പല പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഇങ്ങനെ പകുതി വഴിയിൽ അവസാനിക്കുന്നതല്ലാതെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുന്നില്ല. ആ ഒരു പ്രതിഷേധവും അങ്ങനെ ഒരു വികാര പ്രകടനവും തന്നെയാണ് മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അവർക്ക് ഓരോ ദിവസവും ഇങ്ങനെ ഭീതിയോടുകൂടി കടലിൽ പോകേണ്ട സാഹചര്യം, പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുന്നൊരു സാഹചര്യം. നീണ്ടകരയിൽ ഇന്ന് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് സന്ദർശനം നടത്തി. ഷിബു ബേബി ജോണും ഗൗതം കൃഷ്ണയുടെ വീട്ടിലെത്തിയിരുന്നു. ആ വീട്ടിനെ സംബന്ധിച്ചും വളരെ വേദന ഉണ്ടാക്കുന്നൊരു കാര്യം തന്നെയാണ്. ഒരു കുടുംബത്തിലെ 2 പേർ മരിച്ചു. ഈ വള്ളം മറിഞ്ഞുള്ള അപകടത്തിൽ 2 പേർ മരിക്കുകയും ഒരാളെ കാണാതാകുകയും ചെയ്തിട്ടുണ്ട്. 3 പേരെയാണ് ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു വേദനയുടെ ആഴത്തിലേക്ക് അവർ ചെന്ന് വീണിരിക്കുന്നത്. 2 പേർ മരിച്ചു, ഒരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു. അവിടെയും മുഖ്യമന്ത്രി പറയുന്നത് തുടക്കം മുതൽ തന്നെ ഒരു കാലത്തും ഇല്ലാത്ത വിധത്തിലുള്ള ഈ രക്ഷാപ്രവർത്തനം, അതോടൊപ്പം തന്നെ തിരച്ചിൽ നടപടികൾ ഇതെല്ലാം തന്നെ നടന്നു. ജില്ലാ ഭരണകൂടം വലിയ ഏകോപനം നടത്തി എന്നുള്ള കാര്യമൊക്കെ മുഖ്യമന്ത്രി പറയുന്നുണ്ട്. പുതിയ സംവിധാനം കൊണ്ടുവരുന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് കൂടുതൽ കാര്യക്ഷമമായി ഇങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിക്കുമ്പോൾ തിരച്ചിൽ നടത്തുന്നതും അതോടൊപ്പം തന്നെ കാലാവസ്ഥാ പ്രവചനം കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ കാലാവസ്ഥാ പ്രവചനം സാധ്യമാകുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരും. മാത്രമല്ല, വിമർശനങ്ങൾക്കുള്ള മറുപടി എന്നോണം വി.ഡി. സതീശൻ പറഞ്ഞത് ഞങ്ങളെ അവർക്ക് വിമർശിക്കാം, മുഖ്യമന്ത്രിയെ വിമർശിക്കാം. ഒരു കാരണവശാലും അങ്ങനെ വിമർശിക്കുമ്പോൾ അവരെ ശത്രുതാ മനോഭാവത്തോടുകൂടി കാണില്ല. കാരണം പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുന്നവരാണ്. തീർച്ചയായും ഭരണകൂടത്തിനെതിരെ ഒരു വികാരമുണ്ടാകും, പ്രതികരണമുണ്ടാകും. അങ്ങനെ തന്നെയാണ് ഇതിനെ കാണുന്നത്. ഇപ്പോഴത്തെ തിരച്ചിലിൻ്റെ സാഹചര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. INS കൽപ്പേനി അത് ഇപ്പോൾ ഈ തിരച്ചിലിൻ്റെ ഭാഗമായി നാവികസേനയുടെ കപ്പൽ ഉണ്ട്. അതോടൊപ്പം തന്നെ ജലത്തിനടിയിലെ തിരച്ചിൽ നടക്കുന്നുണ്ട്. അങ്ങനെ സ്കൂബ ഡൈവിംഗ് ടീമിൻ്റെ തിരച്ചിൽ നടക്കുന്നുണ്ട്. സോണാർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള തിരച്ചിലാണ് നടക്കുന്നത്. ആകാശ നിരീക്ഷണം നടക്കുന്നുണ്ട്. കോസ്റ്റ് ഗാർഡിൻ്റെ ഡോണിയർ വിമാനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നുമായി ഇങ്ങനെ പരിശോധന നടത്തുന്നുണ്ട്. തിരച്ചിൽ മേഖല വ്യാപിപ്പിക്കുകയും ചെയ്തു. ജോണിന് വേണ്ടിയുള്ള തിരച്ചിൽ മേഖല വിഴിഞ്ഞത്ത് നിന്ന് കന്യാകുമാരി വരെ വ്യാപിപ്പിച്ചിട്ടുമുണ്ട്. സൈത്ത്, അതാണ് സാഹചര്യം. എന്തായാലും വിഴിഞ്ഞത്ത് അടക്കം മത്സ്യത്തൊഴിലാളികളെ അനുനയിപ്പിക്കാനാണ് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നീക്കമെന്നതാണ് സാഹചര്യം. അത് ഫലം കാണുമോ എന്നത് ആണ് ഇനി അറിയേണ്ടത്.